എങ്ങനെ ദൈവശബ്ദം കേൾക്കാം എന്നുള്ള നമ്മുടെ സന്ദേശത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഒന്നാമത്തെ സന്ദേശം ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിരുന്നു. രണ്ടാമത്തെ സന്ദേശത്തിൽ നമ്മൾ 5 കാര്യങ്ങൾ ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ഒരു വ്യക്തി ചെയ്യേണ്ടതായിട്ടുള്ള 5 കാര്യങ്ങളെക്കുറിച്ച് വചനാടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി. അതിലൊന്ന്, ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് വരുവാനുള്ള തീവ്രമായ ആഗ്രഹവും താല്പര്യവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് സമർപ്പണമാണ്. സമർപ്പണത്തിൽ പാപങ്ങൾ ഏറ്റുപറയുക, ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഒരുക്കുക, ഉറച്ച തീരുമാനത്തോടെ മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ മൂന്നാമത്തെയും നാലാമത്തെയും 5-ാമത്തെയും ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കട്ടെ. ദൈവശബ്ദം കേൾക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ മറ്റാരും പറഞ്ഞതല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ എടുത്ത് അതിൽ നിന്ന് ചില മിനിറ്റുകൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായമാണ്. ആ 10-ാം അധ്യായം സമയമുണ്ടെങ്കിൽ എൻ്റെ ശ്രോതാക്കൾ ദയവായിട്ട് നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. 10-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു സ്വയം ഞാൻ നല്ല ഇടയനെന്നും ഞാൻ ആടുകളുടെ വാതിലെന്നുമാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഏകദേശം ഒരു 21 വരെയുള്ള വാക്യങ്ങളിലെ കാര്യമാണ് പറഞ്ഞത്, ഞാൻ നല്ല ഇടയൻ. 10-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്ന, എൻ്റെ വചനപഠനത്തിൽ, എൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രകാശനം തന്ന 2-3 കൂട്ടം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്ന്, യേശു പറഞ്ഞത് 10-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എൻ്റെ ആടുകളെ ഇടയൻ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു. 2, എൻ്റെ ആടുകൾ അല്ലെങ്കിൽ ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായികയാൽ അവനെ വിട്ട് ഓടിപ്പോകും. അടുത്തത്, തനിക്കുള്ളവയൊക്കെയും അവൻ പുറത്തു കൊണ്ടുപോയ ശേഷം അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ഈ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ഈ വാക്കുകൾക്ക് അകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ആത്മിക ചിന്ത എന്താണ് നോക്കുക. യേശു കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകളാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ എൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു, എൻ്റെ ആടുകൾ എന്നെ അറിയുന്നു, അല്ലെങ്കിൽ ഇടയനെ ആടുകൾ അറിയുന്നു എന്നുള്ളത്. ഈ ദൈവശബ്ദം കേൾക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആടുകൾ ഇടയൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവന്നതിന് ശേഷം ചില മിനിറ്റുകൾ ചിന്തിച്ചതിന് ശേഷം മൂന്നാമത്തെ തിരുവചന ധ്യാനം എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. ആടുകൾ, ഇടയന്മാർ. നമുക്ക് ഒത്തിരിയൊന്നും ആടുകളെക്കുറിച്ചും ഇടയന്മാരെക്കുറിച്ചും അത്ര വലിയ അറിവില്ല. എന്നാൽ യേശു ഇത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അവരുടെ പശ്ചാത്തലത്തിൽ അവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ആടുകളുടെ ജീവിതവും ഇടയന്മാരുമായിട്ടുള്ള ബന്ധവും. വേഗത്തിൽ ഞാൻ പറഞ്ഞ് നിർത്തട്ടെ. ചിത്രങ്ങളിലൊക്കെ കണ്ടു കാണുമായിരിക്കും ഒരു കൂട്ടം ആടുകൾ ഇടയന്റെ പുറകെ യാത്ര ചെയ്തു പോകുന്നത്. ഒരു 15-20 ആടിനെ നമുക്ക് ഒന്നിച്ച് നടത്താൻ പറ്റും. പക്ഷേ ഒരു 10-15 പൂച്ചയോ മൃഗങ്ങളെയോ നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ആടുകൾക്ക് അവയ്ക്ക് കടിഞ്ഞാണില്ല, അല്ലെങ്കിൽ അവയുടെ മൂക്ക് കുത്താറില്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ കന്നുകാലികളെയൊക്കെ മൂക്ക് കുത്തി നിയന്ത്രിച്ചു കൊണ്ടുപോകാറുണ്ട്. എന്താണ് കാരണം? യേശു ഇടയനും നാം അവന്റെ കൈക്കലെ ആടുകളും എന്ന് പറയുമ്പോൾ ആടുകൾ എന്താണ്? ആടുകൾ നിഷ്കളങ്ക ജീവികളാണ്, നിഷ്കളങ്കതയുള്ളവയാണ്. അവ എന്താ പറയുന്നത്, അന്ധമായി തങ്ങളുടെ യജമാനനെ അല്ലെങ്കിൽ ഇടയനെ ആശ്രയിക്കുകയും ഇടയന്റെ ശബ്ദത്തിനനുസരിച്ച് പ്രതികരിച്ച് ഇടയൻ പറയുന്നതിനനുസരിച്ച് പോവുകയും ചെയ്യുമെന്നുള്ളതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് വായനയും പഠനവും ഒക്കെ നടത്തിയപ്പോൾ മറ്റുള്ള ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ആടുകൾ നിഷ്കളങ്ക ജീവികളാണ്. ആടുകൾക്ക് തങ്ങളുടെ ഇടയന്റെ ശബ്ദത്തെ ഐഡന്റിഫൈ ചെയ്യുവാൻ പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അന്യന്മാരുടെ ശബ്ദം കേൾക്കുമ്പോൾ അവയ്ക്കറിയാം അത് ഞങ്ങളുടെ ഇടയനല്ല എന്ന് കരുതി അനുഗമിക്കാതെ ഇരിക്കുന്നു. അടുത്തത്, ഇടയൻ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു. നോക്കുക, ഇത് പരസ്പര ബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇടയന് തൻ്റെ ആടുകളെ, യേശു പറഞ്ഞത് ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുത്ത് സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഇടയൻ ആടുകൾക്ക് മുമ്പിൽ പോകുന്നു എന്നാണ്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഉടമസ്ഥനായ ഇടയനുമുണ്ട്, കൂലിക്കാരനായ ഇടയനുമുണ്ട്. ഉടമസ്ഥനായ ഇടയൻ എല്ലായ്പ്പോഴും ഉത്തരവാദിത്വമുള്ളവൻ ആടുകളുടെ മുൻപിലാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ കൂലിക്കാരൻ ആടുകളുടെ പിറകിലാണ് യാത്ര ചെയ്യുന്നത്. കാരണം
വഴിമധ്യേ നേരിടുവാൻ സാധ്യതയുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, അതേ ശത്രു മൃഗങ്ങളിൽ നിന്നും, ദുഷ്ടമൃഗങ്ങളിൽ നിന്നും തൻ്റെ ആടിനെ സംരക്ഷിക്കുവാനായി ഇടയൻ എല്ലായ്പ്പോഴും ആടുകളുടെ മുൻപിൽ യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര ചെയ്യുന്ന ഈ ഇടയനെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട്, ഇടയന്റെ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇടയന്റെ വാക്കുകൾ പോലും ആടുകൾക്ക് തിരിച്ചറിയുവാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവുമായിട്ടൊരു അഭേദ്യമായ ബന്ധത്തിലേക്ക് വരുമ്പോൾ ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആടുകളെ പോലെ നാം നിഷ്കളങ്ക മൃഗങ്ങളായി, അല്ലെങ്കിൽ നിഷ്കളങ്കതയുള്ളവരായി, അതുകൊണ്ടാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, യേശു ക്രിസ്തു എന്ന നല്ല ഇടയനെ പിൻപറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിന്റെ വഴിയെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ, ദൈവശബ്ദം കേൾക്കണമെങ്കിൽ മൂന്നാമത്തെ ഭാഗം തിരുവചന ധ്യാനമാണ് നമുക്ക് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത്. ഇന്ന് ലോകത്തിൽ ദൈവം മനുഷ്യനോട് സംസാരിച്ച അരുളപ്പാടുകൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഏക പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ്. ഈ വിശുദ്ധ വേദപുസ്തകം മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി സർവശക്തനായ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഏറ്റവും വലിയ ദൈവശബ്ദത്തിന്റെ ഉറവിടം, ഏറ്റവും വലിയ ദൈവിക വെളിപ്പാടുകളുടെ ഉറവിടം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്, സത്യവേദപുസ്തകമാണ്. അതുകൊണ്ട് വേദപുസ്തക ധ്യാനവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ്. എല്ലാ ദിവസവും തിരുവചനം വായിക്കുക, തിരുവചനം വായിച്ച് വചനം മനസ്സിലാക്കുക. ഏകദേശം 40ഓളം എഴുത്തുകാരാൽ 1500 വർഷങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി ക്രോഡീകരിച്ച് നമ്മുടെ കൈകളിൽ തന്ന ഒറ്റ പുസ്തകമെന്ന് നമുക്ക് വായനയിൽ തോന്നും. ഇത്ര മനോഹരമായ ദൈവം തന്ന പുസ്തകത്തെ ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുക. അതിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുൻപോട്ട് പോകണം. അതുകൊണ്ടാണല്ലോ പറയുന്നത്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. വിശുദ്ധ വേദപുസ്തകം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ ഇരുളിനെ നീക്കുന്നതാണ്, ശരിയായ പാതകളിൽ നമ്മളെ നടത്തുന്നതാണ്. പാരമ്പര്യമായിട്ടുള്ള ചിന്താഗതികൾ, നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഓരോ ക്രൈസ്തവ വിശ്വാസിയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ഈ വേദപുസ്തകം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, നമ്മളോട് സംസാരിക്കുന്നത് ദൈവശബ്ദമാണോ എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് എങ്ങനെ കഴിയുമെന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് 3 ചിന്തകളാണ് വരുന്നത്. സ്വയത്തിൽ നിന്നുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ മാനുഷികമായ ചിന്തകൾ, രണ്ടാമത്തേത് പിശാച് കൊണ്ടുവരുന്ന ചിന്തകൾ, മൂന്നാമത്തേത് ദൈവശബ്ദം. ഇതിൽ നിന്ന് നമ്മൾ ദൈവശബ്ദത്തെ എങ്ങനെ തിരിച്ചറിയും? അതിനുള്ള ഉത്തരം ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിന്റെ ഒരു ടോട്ടൽ ടീച്ചിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, വേദപുസ്തകത്തിന്റെ ആരംഭ അവസാന അധ്യായങ്ങൾ, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ ഒരു ടോട്ടൽ ടീച്ചിങ് ഉണ്ട്. ഈ ടോട്ടൽ ടീച്ചിങ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇതിന് വിരോധമായി, ഈ വചനത്തിൽ എഴുതിയതിന് വിരോധമായി ഒരിക്കലും ദൈവം നമ്മളോട് സംസാരിക്കത്തില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇത് ദൈവശബ്ദമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദൈവവചനം വായിക്കുക. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിങ്കിലേക്ക് വരുമ്പോൾ യേശു പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുക. യേശു എന്തൊക്കെ പറഞ്ഞു അത് പഠിക്കുക. ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ പ്രസക്തി, പ്രാധാന്യത മനസ്സിലാക്കുക. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ചില സന്ദേശങ്ങളിൽ യേശു ആർക്കു വേണ്ടി മരിച്ചു, യേശുവിന്റെ ക്രൂശുമരണത്തിന്റെ പ്രത്യേകത, അതെ, അതിലൂടെ നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. യേശു പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ അനുസരിക്കുക ദൈവശബ്ദം കേൾക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? വേദപുസ്തക വായന ആവശ്യമാണ്. അടുത്ത ദിവസങ്ങളിലെ സന്ദേശങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. പരിശുദ്ധാത്മാവ് ആ നിലയിൽ നമ്മളെ നടത്തട്ടെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകും. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹിതനാകണമെന്നുണ്ടെങ്കിൽ ദൈവകൽപ്പന പ്രമാണിക്കുക, യേശു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക, തിരുവചനം എന്ന് പറയുന്നു അതനുസരിക്കുക. ഈ ഒരു പുതിയ നിയമ കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീക നിലവാരത്തിലേക്ക് ദൈവകൽപ്പനകൾ, അതെ, ഞാൻ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. രക്ഷിക്കപ്പെടുക, വേർപാടും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുക, ജലസ്നാനമേൽക്കുക എന്ന് തുടങ്ങിയ ദൈവകൽപ്പനകൾ ഒരു സഭയുടെയും പഠിപ്പീരല്ല, യേശു പറഞ്ഞ കൽപ്പനകൾ. അതിൻ്റെയൊക്കെ ആഴം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തിരുവചനം നമ്മൾ വായിക്കുക, നന്നായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദൈവവചനം വായിക്കാത്ത ഒരു വ്യക്തിക്കും ക്രിസ്തുവിൽ വളർച്ച ഉണ്ടാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. സത്യസന്ധമായി ദൈവവചനം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ദൈവവചനം ധ്യാനിക്കുക. ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കും, ദൈവത്തിന്റെ വചനം നമ്മളോട് ഇടപെടും. ആ കർത്താവുമായിട്ടുള്ള ആ തരത്തിലുള്ള സ്നേഹബന്ധത്തിലേക്ക് മുൻപോട്ട് പോവുക. നോക്കുക, നമ്മൾ ആരംഭത്തിൽ പറഞ്ഞതുപോലെ
ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ആടുകൾക്ക് ഇടയന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയുന്നത്? ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. എങ്ങനെയാണ് അവർക്കതിന് കഴിയുന്നത്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പരിചയത്തിന്റെ അകത്തു നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഇടയനുമായി ആടുകൾ ദീർഘനാളുകളായി സഹവസിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, കിടക്കാൻ പോകുന്നു, എപ്പോഴും ഇടയനുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ ഇടയന്റെ ശബ്ദവും ചലനവും ആടുകൾക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവുമായിട്ടുള്ള ആഴമായ സ്നേഹത്തിൻ്റെ അകത്ത്, ബന്ധത്തിൻ്റെ അകത്ത് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. മറ്റ് ശബ്ദമാണോ കർത്താവാണോ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിനാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ 4ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ എത്തുകയാണ്, പ്രാർത്ഥന. പൗലോസിനെ പോലെയൊക്കെയുള്ളവർ രാവും പകലും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എന്തിനേറെ പറയുന്നു, യേശു പോലും തൻ്റെ ഐഹിക ശുശ്രൂഷ കാലങ്ങളിൽ രാവ് മുഴുവനും രാത്രി മുഴുവനും നീളുന്ന പ്രാർത്ഥനകൾ തനിക്കുണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ നോക്കുക, ദൈവഭക്തന്മാരെല്ലാം പ്രാർത്ഥനയിൽ അവരുടെ ജീവിതം ചെലവഴിച്ചവരാണ്. അപ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധം അനുദിനം വളർന്നു വരേണ്ടുന്നതാണ്. ഒരിക്കൽ ആരംഭിച്ച് ദൃഢമായി ഇടയനെ ആടുകൾ പരിചയപ്പെട്ടതുപോലെ ദൈവത്തോടുള്ള പരിചയം അനുദിനവും മുൻപോട്ട് പോവുക. ചിലപ്പോൾ ഒരു ചെറിയ ദൈവശബ്ദമായിരിക്കും നമ്മൾ ആദ്യം കേൾക്കുന്നത്. ദർശനമോ സ്വപ്നമോ അല്ലെങ്കിൽ വചനത്തിന്റെ ഒരു ഭാഗമോ ഒക്കെ ദൈവം നമ്മളോട് ഇടപെടും. ക്രമാനുഗതമായി ദൈവിക വിശുദ്ധിയിൽ നമ്മൾ വളരുമ്പോൾ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതെ നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധനയിലും കൂട്ടായ്മയിലും ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ ലോകത്തിൽ നിന്ന് അകന്ന് ദൈവിക വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മളോട് അടുത്തിടപഴകുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ ദൈവം ഇറങ്ങി വരുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. പൗലോസിനെ പോലെയുള്ളവരുടെ ജീവിതം അങ്ങനെയല്ലായിരുന്നു. പൗലോസിനെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് പരീശന്മാരും സദൂക്യരും എല്ലാം വലിയ ചിദ്രതയിലായി. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നവനെ കൊല്ലണമെന്ന് പറഞ്ഞ് ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി വലിയ പ്രതിസന്ധിക്കകത്ത് വന്നപ്പോഴും രാത്രിയിൽ കർത്താവ് പൗലോസിന്റെ അടിയിൽ വന്നിട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, യെരുശലേമിൽ നീ എന്നെ സാക്ഷിച്ചതുപോലെ റോമിലും സാക്ഷിക്കേണ്ടതാകും. നോക്കുക, ദൈവഭക്തനായിരുന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിച്ചു പോകുന്നവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്ന് തൻ്റെ ശബ്ദം കേൾപ്പിച്ച് കരം പിടിച്ച് നമ്മളെ മുൻപോട്ട് നടത്തുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആഴമായ ഒരു ദൈവിക ബന്ധം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകണം. അതില്ലെങ്കിൽ അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. വേഗത്തിൽ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ഈ സന്ദേശം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നോക്കുക, എങ്ങനെയാണ് ഈ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്? സമ്പൂർണമായും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. യേശുവേ, ഞാൻ ഇനിയും ജീവിക്കുന്നത് അങ്ങേക്ക് വേണ്ടിയാണ്, എൻ്റെ ജീവിതം അങ്ങേക്ക് വേണ്ടിയാണ്. അവിടുന്ന് എന്നോട് സംസാരിക്കണമേ, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ, എന്നോട് ഇടപെടണമേ എന്ന് നാം പ്രാർത്ഥിച്ചു തുടങ്ങി വിശുദ്ധ വേദപുസ്തകം വായിച്ച് ചില ദിവസങ്ങൾ അതെ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന പാപ സ്വഭാവങ്ങളെല്ലാം നീക്കി നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുന്നത്, നമ്മുടെ അരികിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരു ദിവസം കൊണ്ടല്ല, അത് വളർന്നു വരിക, ക്രമാനുഗതമായി ദിവസവും കർത്താവിനോടുള്ള ബന്ധത്തിൽ ചേർന്ന് വരിക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു 15 വർഷം മുമ്പ് ഞാൻ ദൈവത്തെ മനസ്സിലാക്കിയതുപോലെ അല്ല ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് എൻ്റെ ദൈവത്തോട് ഒരു വളരെ ആഴമായ കൃത്യമായ കൂട്ടായ്മയുണ്ട്. ദൈവശബ്ദം കേൾക്കാറുണ്ട്. നമുക്കും അതിനൊക്കെ കഴിയും. ആ രീതിയിൽ ദൈവം പറയുന്നത് അനുസരിച്ച് പോവുക. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥന സ്നേഹത്തിൽ നിന്നാകട്ടെ, കാര്യസാധ്യത്തിനായിട്ടുള്ള പ്രാർത്ഥനയല്ല. ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ, സ്വന്തം കാര്യങ്ങൾ സാധിക്കാൻ നമ്മളെ ഒരാൾ സ്നേഹിച്ചാൽ നമ്മൾ അവരെ എത്രത്തോളം സ്നേഹിക്കും? അല്ല, നിർവ്യാജ സ്നേഹം അതെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകട്ടെ. അതെ ദൈവിക വിശുദ്ധിയിൽ നമുക്ക് വളർന്നു വരാം. 4, ചില സമയങ്ങളിൽ ദൈവശബ്ദം കേൾക്കാൻ 5ാമതായി നാം ചെയ്യുന്ന കാര്യമാണ് ഫാസ്റ്റിംഗ്, ഉപവാസം. വേദപുസ്തകത്തിൽ നോക്കുക, ദൈവശബ്ദം കേൾക്കാനായി ദാനിയേലിനെ പോലെയുള്ളവർ ഉപവസിച്ചിട്ടുണ്ട്. ദീർഘദിവസങ്ങൾ ഉപവസിച്ചു. പൗലോസിനെ പോലെയുള്ളവർ ഉപവസിച്ചിട്ടുണ്ട്. നെഹമ്യാവ് ഉപവസിച്ചു. വേദപുസ്തകത്തിലെ വ്യക്തികളെയൊക്കെ നമ്മൾ എടുത്താൽ അവരുടെ ജീവിതത്തിന്റെ സമയങ്ങളിൽ അവർ ദൈവശബ്ദം കേൾക്കാൻ ഭക്ഷണവും മറ്റുള്ള തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ദൈവം മുമ്പാകെ അവരിരുന്നപ്പോൾ അവരൊക്കെ ദൈവശബ്ദം കേട്ടു. ഫാസ്റ്റ് ചെയ്യണം. ഫാസ്റ്റിംഗ് ഈ മാസത്തിന്റെ ഏറ്റവും ഒടുവിൽ ഒരു 7 ദിവസം ഞങ്ങളുടെ ചർച്ചിൽ വെച്ച് ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഈ നാട്ടിലുള്ളവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ആരാധനാലയത്തിൽ പോകുന്നവരെങ്കിൽ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, വരിക, സംബന്ധിക്കുക, ഒന്നിച്ച് നമുക്ക് കൂട്ടായ്മ കൂടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മളൊക്കെ 21 ദിവസങ്ങളും 7 ദിവസങ്ങളും ഒക്കെ ഉപവസിക്കുന്നതാണ്. ഉപവസിക്കുന്നത് മറ്റൊന്നിനുമല്ല, ദൈവശബ്ദം കേൾക്കാനാണ്. മുൻപോട്ടുള്ള യാത്രകളിൽ നമ്മളെല്ലാം ജീവിതത്തിന്റെ തിരക്കുകളല്ല, അല്ലേ? എന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച് സംസാരിക്കുന്ന പലരും
ഒത്തിരി പ്രശ്നങ്ങളില്ല. നമ്മളൊക്കെ നമ്മുടെ പ്രശ്നങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് കുഴഞ്ഞ് മറിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ ചില സമയങ്ങളിലെങ്കിലും അതിൽ നിന്നെല്ലാം മാറി ദൈവത്തിൻ്റെ മുഖത്തെ നോക്കുവാൻ, ദൈവമുഖം അന്വേഷിക്കുവാൻ. അതെ, ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൻ്റെ ഒരു പ്രയോഗം തന്നെ സീക്കിംഗ് ദ ഫേസ് ഓഫ് ദ ലോർഡ് എന്നാണ്. ദൈവമുഖത്തെ നോക്കുക. ദൈവമുഖത്തെ നോക്കാൻ തയ്യാറായി ദൈവം നമ്മളോട് നിശ്ചയമായിട്ട് സംസാരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില സന്ദേശങ്ങൾ കൂടി അടുത്ത ദിവസങ്ങളിൽ വരും. ഒരുപാട് ലെങ്തി ആയാൽ കേൾക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ സന്ദേശങ്ങളൊക്കെ പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമാക്കി തീർക്കണം. ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് പ്രിയപ്പെട്ടവർക്ക് കൃപ കൊടുക്കണമേ. അനുഗ്രഹിക്കണം. ദൈവശബ്ദം കേട്ട് ജീവിത രൂപാന്തരത്തിലൂടെ അതേ നിത്യതയിലെത്തുവാൻ പ്രിയപ്പെട്ടവർക്ക് കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും ചില സന്ദേശങ്ങളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണുന്നത് വരെ കർത്താവ് തൻ്റെ കൃപയുടെ മറവിൽ നമ്മളെ മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.